ഒരിക്കൽ നാരദൻ തൻ്റെ ഉപാസനാമൂർത്തിയായ വിഷ്ണുവിനെ ഒന്ന് പരീക്ഷിക്കണമെന്ന് തോന്നി. ഭഗവാൻ വിഷ്ണു സർവ്വചരാചരങ്ങളെയും പാലനം ചെയ്യുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ സർവ്വചരാചരങ്ങളും ഭക്ഷിച്ചതിന് ശേഷം മാത്രമേ ഭഗവാനും ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കെ നാരദന് വിഷ്ണുവിനെ പരീക്ഷിക്കണമെന്നൊരു കുബുദ്ധി തോന്നി. അതിൻ്റെ ആദ്യപടിയായിട്ട് നാരദൻ കുറച്ച് ഉറുമ്പുകളെ പിടിച്ച് ഡപ്പിക്കകത്താക്കി അതിനുശേഷം നാരായണ മന്ത്രം ചൊല്ലിക്കൊണ്ട് ഈഴേലുലകത്തിലൂടെ സഞ്ചരിക്കുവാൻ തുടങ്ങി. അങ്ങനെ പോകുന്ന വഴിക്കെല്ലാം കിട്ടുന്നത്ര ഉറുമ്പുകളെ പിടിച്ച് നാരദൻ ഡപ്പിക്കകത്തിട്ട്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് നാരദൻ വിഷ്ണുവിൻ്റെ അരികിലെത്തി. ഭഗവാൻ വിഷ്ണു ദൂരത്ത് നിന്ന് നാരദൻ്റെ നാരായണ മന്ത്രം കേട്ട് ഭഗ്നിയായ ലക്ഷ്മി ദേവിയോട് പറയും, ഭവതി ഇന്ന് നാരദരുടെ വരവുണ്ടല്ലോ, എന്താണ് ഇന്നത്തെ പ്രശ്നമെന്നറിയത്തില്ലെന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കുന്ന ലക്ഷ്മി ദേവി ചിരിച്ചുകൊണ്ട് പറയും, ഭഗവാനെ അങ്ങറിയാതെ ഈ ചരാചരങ്ങളിലും ഈ ഭൂമിയിലും ഒന്നും തന്നെ സംഭവിക്കുന്നില്ല, എല്ലാം അങ്ങേക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ എന്ന് പറയും. അങ്ങനെ നാരദ മഹർഷി ഭഗവാൻ വിഷ്ണുവിൻ്റെ അരികിലെത്തി അവിടെ നിലയുറപ്പിച്ചു. എന്നിട്ട് ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ അങ്ങ് ഭക്ഷണം കഴിച്ചുവോ എന്ന് ചോദിച്ചു. അപ്പം ഭഗവാൻ വിഷ്ണു പറയും, ഞാൻ ഭക്ഷണം കഴിച്ചല്ലോ, സർവ്വചരാചരങ്ങളും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാനും ഭക്ഷണം കഴിച്ചല്ലോ എന്ന് പറയും. അപ്പം നാരദർ പറയും, അങ്ങ് ഡപ്പയിലുള്ള ഉറുമ്പിനെ കണ്ടില്ലേ, ഈ ഉറുമ്പുകളൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ, ദിവസങ്ങളായിട്ടൊന്നും കഴിച്ചിട്ടില്ലല്ലോ ഭഗവാൻ, അങ്ങിത് കണ്ടില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ ഇത് കേൾക്കുമ്പം ഭഗവാൻ പറയും, ആര് പറഞ്ഞ് ഇത് കഴിച്ചിട്ടില്ലെന്ന് നാരദരെ, ഇവയെല്ലാം ഭക്ഷണം കഴിച്ചതിന് ശേഷം സുഖമായിട്ട് ഉറങ്ങുവാണെന്ന് പറയും. അങ്ങ് ഡപ്പയുടെ മൂടി തുറന്ന് നോക്കിയാലും എന്നിട്ട് ഭക്ഷണം കഴിച്ച് സംതൃപ്തരായി കിടന്നുറങ്ങുന്നവരെ സ്വതന്ത്രരാക്കിയാലും എന്ന് പറയും. അങ്ങനെ ഭഗവാന്റെ വാക്കുകൾ കേട്ട് അമ്പരന്ന് നിൽക്കുന്ന നാരദർ ഡപ്പിയുടെ മൂടി തുറന്ന് നോക്കും. മൂടി തുറന്ന് നോക്കുമ്പോൾ നാരദൻ കണ്ട കാഴ്ച നാരദരെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അതിനകത്തു നിന്ന് ഇറങ്ങിപ്പോകുന്ന ഓരോ ഉറുമ്പുകളുടെയും വായിൽ ഓരോ പഞ്ചസാര തരികളുണ്ടായിരുന്നു. അങ്ങനെ ഭഗവാനെ പരീക്ഷിക്കുക എന്നുള്ള ഉദ്യമത്തിൽ നിന്നും നാരദർ പിന്തിരിയുകയാണ് ചെയ്യുന്നത്. സ്വന്തം ചുമതലകൾ മറക്കാതെ സർവ്വചരാചരങ്ങളെയും ഒരേ തരത്തിൽ കാണുന്ന ഭഗവാനെ തൻ്റെ ആദർശശുദ്ധിക്ക് ഭംഗം വരുത്തക്കവണ്ണം കർമ്മത്തെ മാറ്റിമറിക്കാനാകത്തില്ലെന്ന് നാരദർ തിരിച്ചറിയുന്നു. അങ്ങനെ ഈ കഥ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. അപ്പം നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റ ബൈ ബൈ.